ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മലബാർ സ്പെഷ്യൽ റെസിപ്പിയായ ഉന്നക്കായാണ് തയ്യാറാക്കുന്നത്. പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്സ് റെഡിയാക്കി നമുക്ക് ഈ ഒരു ഉന്നക്കായ തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാം സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു ഉന്നക്കായ നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായി ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ നേന്ത്രപ്പഴമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതായത് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണെങ്കിൽ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം നോക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു ഉന്നക്കായ തയ്യാറാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നടുവിൽ നിന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റീം ചെയ്യുന്ന ആ ഒരു സ്റ്റീമർ പ്ലേറ്റിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ നന്നായിട്ടൊന്ന് സ്റ്റീമായി വന്ന് ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 ടീസ്പൂൺ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു 2 to 3 ടേബിൾ സ്പൂണ് കിസ്മിസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു കിസ്മിസ് ഒന്ന് റോസ്റ്റായി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ബാദാമും നമ്മുടെ കാഷ്യൂനട്ടും കൂടെ തീരെ നൈസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബാദാമും കിസ്മിസും എല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് നാളികേരം, ഫ്രഷായിട്ട് ചെറിയ നാളികേരം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഈ വകയെല്ലാം നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് നമ്മുടെ ഒരു നാളികേരവും കാഷ്യൂനട്ട്സ് എല്ലാം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ഏലക്കായ പൊടിച്ചതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു സമയത്ത് പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ ആ ഒരു കഴിക്കുമ്പോൾ ജസ്റ്റ് തരിതരിപ്പ് കിട്ടുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് വെന്തോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ആ പഴത്തിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്ത് ഞാൻ ഒരു ബൗളിലോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് സീഡ്സ് ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആ ബ്ലാക്ക് സീഡ് റിമൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കാണാൻ നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം കാണുമ്പോൾ ഇച്ചിരി ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ സീഡ്സ് എല്ലാം റിമൂവ് ചെയ്യുന്നത്. ജസ്റ്റ് നടുവിൽ നിന്ന് മുറിച്ചതിന് ശേഷം ഇതിൻ്റെ നടുക്കുള്ള ആ ഒരു സീഡ്സ് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ബാക്കി എല്ലാം പഴത്തിൻ്റെ ആ ഒരു ബ്ലാക്ക് സീഡ്സ് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ. സീഡ്സ് എല്ലാം ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേ സെയിം ബൗളിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്മാഷർ ഉപയോഗിച്ച്, പൊട്ടറ്റോ സ്മാഷർ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ. മിക്സി ജാറിലിട്ട് ഉടയ്ക്കാൻ നോക്കില്ല, കാരണം നമ്മൾ ഇത് പെട്ടെന്ന് നന്നായിട്ട് പേസ്റ്റ് ആയി പോവും. ആ ഒരു പരുവത്തിലല്ലാതെ നമ്മൾ സ്മാഷർ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി, അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചാണെങ്കിലും നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ട് സ്മാഷ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നോക്കിക്കോളൂ, അധികം വെള്ളമയോ ഒന്നുമില്ല, കാരണം നമ്മൾ അധികം പഴുക്കാത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. അഥവാ നിങ്ങളുടെ പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, ഇച്ചിരി ലേശം പഴുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തിരി വെന്തിട്ടുണ്ടെങ്കിൽ കുഴയ്ക്കുമ്പോൾ ഒരു സ്റ്റിക്കി ഫീൽനെസ് ഉണ്ടെങ്കിൽ ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡോ പരുവത്തിലാക്കിയാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ ഡോ പരുവത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി, അധികം സ്റ്റിക്കിനെസ് ഉണ്ടെങ്കിൽ കൈമേ നെയ്യോ ഓയിലോ പുരട്ടിയിട്ട് കുഞ്ഞു ബോൾസ് ആക്കി നമുക്ക്, അതായത് ഏത് വലുപ്പത്തിലാണ് നിങ്ങൾക്ക് ഉന്നക്കായ നിങ്ങൾ തയ്യാറാക്കുന്നത് ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഞാൻ ഏകദേശം ഈ ഒരു വലുപ്പത്തിലാണ് ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുന്നത്. ഇതേ രീതിയിൽ ബാക്കിയെല്ലാം ബോൾസ് ആക്കി റെഡിയാക്കാം. അപ്പം നമ്മുടെ ആ ഒരു ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബോൾ സെറ്റ് കയ്യിൽ എടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൈയുടെ നടുവിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ ആലു പൊറോട്ടയൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ നടുവിൽ ഫില്ലിങ്സ് വെക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, ഇതുപോലെ നന്നായിട്ടൊന്ന് കൈമേ വെച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുവശത്ത് ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് 1.5 ടേബിൾ സ്പൂൺ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു 2 സൈഡും കൂടെ നന്നായിട്ടൊന്ന് പിഞ്ച് ചെയ്ത്, അതായത് ഇതുപോലെ ഒന്ന് പിഞ്ച് ചെയ്ത് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് പൊട്ടലൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ ഭാഗം നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആയതിനു ശേഷം കൈവേ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നല്ലൊരു ഷേപ്പ്, ഉന്നക്കായുടെ ഷേപ്പിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലോട്ടൊന്ന് റെഡിയാക്കി വെച്ചെടുക്കാം. ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ ഉന്നക്കായ ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കടായിൽ. ആവശ്യമനുസരിച്ച് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ഉന്നക്കായ ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് തിരിച്ചും മറിച്ചും നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പതിയെ ഒന്ന് മിക്സ് ചെയ്താൽ മതി ആദ്യം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ, കാരണം നമ്മൾ ഹാർഡായിട്ട് ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് പതിയെ സ്പാച്ചില യൂസ് ചെയ്ത് തിരിച്ചും മറിച്ചും നല്ല ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ ഉന്നക്കായ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഒരു പ്ലേറ്റിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല സൂപ്പർ ടേസ്റ്റി ഫില്ലിങ്സ് റെഡിയാക്കി തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ ഈ ഒരു ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ മലബാർ സ്പെഷ്യൽ റെസിപ്പിയായ ഈ ഒരു ഉന്നക്കായ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നവരെ എല്ലാവരും stay tuned, be happy and keep smiling. Thank you for watching and bye bye.